യെരൂശലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നിങ്ങൾ കരയുകയില്ല. കരയുന്ന എല്ലാ മക്കളുടെയും കവിൾത്തടങ്ങളിലെ കണ്ണുനീര് അവിടുന്ന് തുടച്ചു മാറ്റും. കണ്ണീരോടെയാണ് അവർ വന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കും. അവരെ ഞാൻ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. കർത്താവേ, കണ്ണുനീരിലും ഭാരത്തിലും വന്ന, അസമാധാനത്തിലും അസ്വസ്ഥതയിലും വന്ന, രോഗത്തിലും ക്ലേശങ്ങളിലും വന്ന എല്ലാ മക്കളെയും അങ്ങയുടെ വചനമനുസരിച്ച് ഇപ്പോൾ സമാധാനത്തോടെ അയക്കണമേ. വിത്തും ചുമന്നുകൊണ്ട് വിലാപത്തോടെ വന്നവർ കറ്റയും ചുമന്നുകൊണ്ട് ആഹ്ലാദാരവത്തോടെ മടങ്ങിപ്പോവാൻ ഇടയാവണമേ. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ ഉണ്ടാകരുതേ. കർത്താവേ, ഹൃദയങ്ങളിൽ അങ്ങയുടെ സമാധാനം നിറയണമേ. അങ്ങ് മാത്രമാണ് സത്യദൈവമെന്നും അങ്ങ് എല്ലാവരുടെയും ഹൃദയങ്ങളെ അങ്ങിലേക്ക് തിരിച്ചു വിളിക്കുന്നെന്നും ഈ ജനം അറിയേണ്ടതിന് അങ്ങന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് ഏലിയ നിലവിളിച്ചു. കർത്താവേ, ഏലിയ പ്രവാചകനോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് തെരഞ്ഞെടുത്ത ഈ കാർമൽ മലയിൽ അങ്ങ് മാത്രമാണ് സത്യദൈവമെന്നും എല്ലാവരുടെയും ഹൃദയങ്ങളെ അങ്ങയിലേക്ക് അങ്ങ് തിരിച്ചു വിളിക്കുന്നെന്നും അങ്ങയുടെ കൽപ്പനയനുസരിച്ചാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നതെന്നും ഈ ജനം അറിയേണ്ടതിന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആരും സഹായിക്കാനില്ലാത്ത മക്കളെ, തോരാത്ത കണ്ണുനീരുമായി വന്ന മക്കളെ, ഹൃദയഭാരത്തോടെ വന്ന മക്കളെ, ഈ സമയത്ത് ഈശോയെ അവിടുത്തെ കരുണ കൊണ്ട് പൊതിയണമേ. കരങ്ങൾ രണ്ടും അവരവരുടെ ശിരസിലേക്ക് വെക്കുന്നു. കർത്താവിന്റെ കരുണ ഒഴുകിയിറങ്ങുന്ന സമയമാണിത്. ഗെത്സമനയിൽ ഈശോ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവേ, രണ്ട് കരങ്ങളും സ്വന്തം ശിരസിലേക്ക് വെച്ച് നിസ്സഹായതയോടെ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളെ, മുറിവേറ്റ അങ്ങയുടെ കരം അവരുടെ ശിരസിന്റെ മീതെ വെച്ച് അങ്ങ് ഇപ്പോൾ ആശീർവദിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കണ്ണുനീരെല്ലാം അങ്ങ് ഏറ്റെടുക്കുന്നതിന് നന്ദി പറയുകയാണ്. ഈ മക്കൾ കടന്നു പോകുന്ന സഹനങ്ങളിൽ അങ്ങ് താങ്ങി നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ കുർബാനയിൽ അങ്ങാണ് എഴുന്നള്ളി വന്നിരിക്കുന്നത്. ലൂക്ക 5:17 രോഗികളെ സുഖപ്പെടുത്താനുള്ള ശക്തി അവന്റെ ശരീരത്തിന് ഉണ്ടായിരുന്നു. ലൂക്ക 6:19 അവന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. കർത്താവേ, ആ ശരീരത്തിൽ നിന്ന് രോഗികളെ സുഖപ്പെടുത്തുന്ന ശക്തി ഇപ്പോൾ ഒഴുകിയിറങ്ങുന്നതിന് നന്ദി പറയുന്നു. ഒരു വഴിയും കാണാതെ വിഷമിക്കുന്ന മക്കൾക്ക് വഴി തുറക്കപ്പെടുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, കാലതാമസങ്ങൾ മാറുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സങ്ങൾ അങ്ങ് എടുത്തു മാറ്റുന്നതിന് നന്ദി പറഞ്ഞ് അങ്ങേ സ്തുതിക്കുന്നു. ജോലി മേഖലയിൽ അങ്ങ് ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും സമാധാനം വരികയില്ല എന്ന് വിചാരിച്ച കുടുംബങ്ങളിൽ സമാധാനത്തിന്റെ ആത്മാവിനെ അങ്ങ് അയക്കുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഓരോ മകനെയും മകളെയും ഞങ്ങൾ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുകയാണ്. കർത്താവെ, ഏതെങ്കിലും തടസ്സമോ കാലതാമസമോ ഏതെങ്കിലും പ്രതികൂലമോ ഈ മക്കളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം അത് മാറട്ടെ എന്ന് പൗരോഹിത്യത്തിന് അങ്ങ് നൽകിയ അധികാരത്തിൽ ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവെ, ഇപ്പോൾ ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ഏതെങ്കിലും കുടുംബത്തിൽ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ താങ്ങാനാവാതെ അവർ വിഷമിക്കുന്നുണ്ടെങ്കിൽ അവയിൽ
കർത്താവിന്റെ ശക്തി നിറയട്ടെ എന്നും കർത്താവിനെ കാണാൻ അവർക്കിടയാവട്ടെ എന്നും ഞങ്ങൾ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞു മക്കളെല്ലാം കൃപയിൽ അഭിഷേകത്തിലും നിറയട്ടെ എന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വരുമാന മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നീരൊഴുക്കുകൾ തുറക്കപ്പെടട്ടെ. കൃഷിഭൂമി അനുഗ്രഹിക്കപ്പെടട്ടെ. വരുമാന മേഖലകൾ ഒരു അനുഗ്രഹമായി മാറട്ടെ. പഠന മേഖലകൾ ഉയരട്ടെ. പഠന മേഖലകളിൽ ഉയർച്ച ഉണ്ടാവട്ടെ. കാലതാമസങ്ങൾ മാറിപ്പോവട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. കർത്താവെ, അങ്ങയുടെ ആത്മാവ് എല്ലാ ജീവിതങ്ങളെയും ഏറ്റെടുക്കട്ടെ. കരങ്ങൾ കൂപ്പാം. പ്രിയപ്പെട്ട മക്കളെ, മുട്ടുമേൽ നിന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവിന്റെ ശക്തിയാണ് നമ്മിൽ ഈ ആശീർവാദ സമയത്ത് കൂടുതൽ നിറയാൻ പോകുന്നത്. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് കൂട്ടായ്മയിലുള്ള സകല മക്കളെയും കൃപയിലും ശക്തിയിലും നിറയ്ക്കുന്ന സമയമാണിത്. കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിന്റെ ജീവിതം ഈ ലോകത്ത് ആർക്കും വേണ്ടെങ്കിലും കർത്താവിന് വേണം. ഈശോ നിന്നെ സ്നേഹിക്കുന്നു. നീ ഈശോയെ സ്വീകരിച്ചു എന്നതല്ല സുവിശേഷം, യേശു നിന്നെ സ്വീകരിച്ചു എന്നതാണ് സുവിശേഷം. യേശുവിന് നിന്നെ വേണം. നീ ഈശോയുടെ സ്വന്തമാണ്. നീ ഈശോയുടേതാണ്. നിന്റെ കുടുംബം കർത്താവിൻ്റെതാണ്. ഇതാ ആ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയാണ്. കരങ്ങൾ തുറന്നു പിടിക്കാം. ഈശോ ആശീർവദിക്കുന്ന ഈ സമയത്ത് അതിശക്തമായ ദൈവകൃപ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേലെല്ലാം വന്ന് നിറയാൻ ആഗ്രഹിച്ച് രണ്ട് കരങ്ങൾ യേശുവിലേക്ക് നീട്ടിപ്പിടിക്കാം. കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം. അതിനെ തുറന്ന് ഉച്ചത്തിൽ ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ഉയർത്തി വിളിക്കട്ടെ. ആരാധന